ഈ യാത്ര ആരംഭിക്കുന്നത്, റോഡ് ഷോ ആരംഭിക്കുന്നത് കിള്ളിപ്പാലത്ത് നിന്നാണ്. ആ പോയിന്റിലുള്ളത് ഹരികൃഷ്ണനാണ്. ഹരി, ഏറ്റവും പ്രധാനം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ സീറ്റ് അത് നേമത്ത് നിന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. നേമത്ത് സീറ്റ് കിട്ടുന്നത് ഒരു അഭിമാന പ്രശ്നമാണ്. സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കി മത്സരിക്കുമ്പോൾ. അപ്പോൾ ആ ശക്തി പ്രകടനം കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കിള്ളിപ്പാലത്ത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? ഉറപ്പായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 14-ൽ BJP ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ BJPക്കാർ പറയുന്ന ആദ്യത്തെ പേര് നേമം മണ്ഡലമാണ്. ആ നേമം മണ്ഡലം, ഒപ്പം തന്നെ അതുപോലെ തന്നെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം, ഈ 2 മണ്ഡലത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം കടന്നു പോകുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ കിള്ളിപ്പാലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിള്ളിപ്പാലത്ത് നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കിള്ളിപ്പാലത്ത് PRS ആശുപത്രിക്ക് സമീപത്തുള്ള ആ പോയിന്റിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. അവിടെ റോഡ് ഷോയ്ക്കുള്ള വ്യൂഹവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഒക്കെ തന്നെ അവിടെ തയ്യാറായി കഴിഞ്ഞു. പ്രവർത്തകരെയും ഇവിടെ നിൽക്കുന്ന ജനങ്ങളെയും എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ വഴിയിലൂടെ കടന്നു വരും. ഈ വഴിയിലൂടെ കടന്നു വന്ന് നേരെ കരമന ഭാഗത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തെ, പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയും നിരവധി പ്രവർത്തകർ, BJPയുടെ കണക്കനുസരിച്ച് ഏകദേശം 1.5 ലക്ഷത്തോളം പ്രവർത്തകരാണ് ഇവിടെ കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള ആ റോഡിന്റെ ഇരുവശത്തും തമ്പടിച്ച് നിൽക്കുന്നത്. ചേട്ടാ, എവിടെ നിന്നാ വരുന്നത് നിങ്ങൾ? ആറ്റിങ്ങൽ. ഇത്തവണ താമര വിരിയോ? ആറ്റിങ്ങൽ നമ്മൾ താമര തൂക്കിയിരിക്കും. ആറ്റിങ്ങൽ മാത്രമാണോ? ബാക്കി എവിടെ? നമ്മളിവിടെ തിരുവനന്തപുരം ജില്ലയിൽ 10 നമ്മൾ നിങ്ങൾ പിടിക്കും. BJP പിടിക്കും. BJP അധികാരത്തിലെത്തും. അധികാരത്തിലെത്തില്ല, അടുത്ത കൊല്ലം. പക്ഷേ നമ്മളെ 10-40 സീറ്റ് പിടിച്ചിരിക്കും. പ്രധാനമന്ത്രിയെ കാണാൻ മുമ്പ് വന്നിട്ടുണ്ടോ? മുമ്പ് വന്നിട്ടുണ്ട്. ചേട്ടാ, എവിടെന്നാ പറഞ്ഞത്? ഞാൻ അരുവിക്കര തിരുമലക്കൽ പഞ്ചായത്ത് അല്ലേ? വിവേക് ഗോപനാണ് NDA സ്ഥാനാർത്ഥി. വിവേക് ഗോപൻ ജയിക്കോ? തീർച്ചയായിട്ടും വിവേക് ഗോപൻ ജയിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു. നിങ്ങളിപ്പോ നിൽക്കുന്ന നേമത്തും തിരുവനന്തപുരം മണ്ഡലത്തിന്റെ നടുക്കാണ്. ഇവിടെ ആര് ജയിക്കും? അരുവിക്കര. ഇവിടെ ആര്? നേമത്ത് തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും. ഉറപ്പാണ്. ഉറപ്പ്. വീണ്ടും അക്കൗണ്ട് തുറക്കും. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്യും. അത് പിന്നെ ഇത്രയും വർഷം തുറന്നു കഴിഞ്ഞു. BJP അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു. ജനങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിലെ ഇപ്പോഴുള്ള ഭരണത്തിലെ ജനങ്ങൾ അത്യധികം പ്രശ്നങ്ങളും ഈ തുക ഉണ്ടാകും. ജനങ്ങൾ അത്രമാത്രം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരള ജനത ഒറ്റ തീരുമാനത്തിൽ എടുത്തിരിക്കുകയാണ്. BJP ഇപ്പോൾ അധികാരത്തിൽ വരും എന്നുള്ള ഉറച്ച വിശ്വാസം. പ്രധാനമന്ത്രി വന്നിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മോദിജിയെ 3 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ. മോനെ എവിടുന്നാ പറഞ്ഞേ? തട്ടുവാലം. ഇതിനു മുമ്പ് മോദിജിയെ കാണാൻ വന്നിട്ടുണ്ടോ? ഒരു വട്ടം വന്നിട്ടുണ്ട്. എവിടെ വെച്ചാ കണ്ടേ? ഇവിടെ വെച്ച് തന്നെ. അപ്പോ ശ്രീജ, അങ്ങനെയാണ്. അതായത് പ്രവർത്തകർ അവർക്ക് ഓരോ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ വലിയൊരു ഭരണമാറ്റമോ അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യങ്ങളോ വരികയാണെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങളാണ് അവർ തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. BJP കേരളത്തിൽ അധികാരത്തിൽ വരണം എന്നുള്ള ആഗ്രഹങ്ങളും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്തും നേമത്തും നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ വലിയ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിലൂടെയാണ് ഈ റോഡ് ഷോ കടന്നു പോകുന്നത്. ഈ കഴക്കൂട്ടത്തായാലും വട്ടിയൂർക്കാവിലെ ഒക്കെ സ്ഥാനാർത്ഥികൾ, V മുരളീധരനായാലും R ശ്രീലക്കയായാലും ഈ സ്ഥാനാർത്ഥികളൊക്കെ ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്കൊപ്പം ആ വാഹനത്തിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ റോഡ് ഷോ ഇപ്പോൾ കടന്നു പോകും. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ കിള്ളിപ്പാലത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്യും.